principal goal of chemical synthesis is to maximize the conversion of reactants into products. ആ റിയാക്ടന്റുകൾ മാക്സിമം പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ മിനിമം സമയമുണ്ട്. അതാണ് നമ്മുടെ കെമിക്കൽ ഏതാണ് ഒരു പ്രിൻസിപ്പൽ ഗോൾ, മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ലേ ഷാർഡി പ്രിൻസിപ്പിൾ ക്യാൻ ബി അപ്ലൈഡ് ടു അച്ചീവ് ദിസ് ഗോൾ. ലേ ഷാർഡി പ്രിൻസിപ്പിൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രാപ്തരാക്കാൻ. സ്റ്റേറ്റ് ലേ ഷാർഡി പ്രിൻസിപ്പിൾ ഇപ്പൊ പറഞ്ഞു. Then predict the conditions to be applied to maximize the production of ammonia in the following reaction. N2 plus 3H2 equilibrium 2NH3 delta H minus 92.38 ആണ്. 3 മാർക്കാണ് ഓർക്കുക. 3 പോയിന്റ് എങ്കിലും ഉണ്ടാവണം. ഇതിലെ അമോണിയയുടെ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള മാർഗങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഒന്ന്, ഇൻക്രീസിംഗ് ദി കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. നൈട്രജന്റെയും ഹൈഡ്രജന്റെയും അളവ് കൂട്ടുക, റിയാക്ടന്റ് കൂട്ടി കൊടുക്കുക, പ്രൊഡക്റ്റ് തന്നെ ഉണ്ടായിക്കോളും. ഒന്ന്. രണ്ടാമത്തെ മാർഗം, റിമൂവ് അമോണിയ ഫോംഡ് ഇൻസ്റ്റന്റ്ലി. അതേ ഇൻസ്റ്റന്റിൽ എന്ത് ചെയ്യണം, ആ അമോണിയ ഫോം ചെയ്ത് റിമൂവ് ചെയ്യണം കേട്ടോ. റിമൂവ് അമോണിയ ഫോംഡ് ഇൻസ്റ്റന്റ്ലി. അപ്പൊ തന്നെ എന്ത് ചെയ്യണം, ആ അമോണിയ ഫോം ചെയ്ത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അവിടെ എപ്പോഴും കുറവ് വരും, ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം പ്രഷറാണ്. ഇവിടെ നോക്കിയേ, റിയാക്ടന്റ് സൈഡിൽ 4 പേരുണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ 2 പേരുള്ളൂ. അപ്പൊ പ്രഷർ കൂടിയാൽ എണ്ണം കുറയും. അപ്പോ മൂന്നാമത്തത് ഇൻക്രീസിംഗ് ദി പ്രഷറാണ്. പ്രഷർ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. മൂന്നാമത്തെ മാർഗം. നാലാമത്തെ ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ നോക്കുക. ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് വന്നാൽ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോതെർമിക് റിയാക്ഷന് ഹീറ്റ് ആവശ്യമില്ല. നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷനില് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എപ്പോഴും എൻഡോതെർമിക്കിന്റെ സ്പീഡാണ് കൂടുന്നത്. ക്ലിയർ? അപ്പോ കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള അമോണിയ മുഴുവൻ വിഘടിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് അമോണിയെ അവിടെ മാക്സിമം ടെമ്പറേച്ചർ കുറയ്ക്കണം. എന്ന് വെച്ച് ടെമ്പറേച്ചർ കുറച്ച് 0 കൊണ്ടുവരുന്നത്. ഒരു റിയാക്ഷൻ നടക്കാൻ ഒരു മിനിമം ടെമ്പറേച്ചർ വേണം. അതിന്റെ പേര് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്നാണ്. ക്ലിയർ? അപ്പോ ഒപ്റ്റിമം ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുക. അതിൽ കൂടുതൽ ടെമ്പറേച്ചർ പോയാൽ അമോണിയ ഡീകമ്പോസ് ചെയ്തു പോകും, റിയാക്ഷൻ സ്ലോ ആയി പോകും. മനസ്സിലായത്? അപ്പൊ എന്താ സംഭവിക്കുക, എന്താ ചെയ്യേണ്ടത്? സിൻസ് ദ ഫോർവേഡ് റിയാക്ഷൻ ഈസ് എക്സോതെർമിക്. ഫോർവേഡ് റിയാക്ഷൻ എന്താണ്? ഇതുകൊണ്ടാണ് എക്സോതെർമിക് ആയതുകൊണ്ട്. സിൻസ് ദി ഫോർവേഡ് റിയാക്ഷൻ ഈസ് എക്സോതെർമിക്, the temperature is kept at optimum. ടെമ്പറേച്ചർ ഒപ്റ്റിമം ആയിട്ട് കീപ്പ് ചെയ്യുക കേട്ടോ. ഒപ്റ്റിമം ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുക, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യരുത്. അടുത്തത് 5ാമത്തെ കാര്യം എന്താണ്? യൂസ് എ കാറ്റലിസ്റ്റ്. ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുക. ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു കാറ്റലിസ്റ്റ് കൂടി യൂസ് ചെയ്താൽ സാധാരണ നടക്കുന്ന സ്പീഡിന്റെ 100 ഇരട്ടി സ്പീഡ് നടക്കും. ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരാ? സ്പോഞ്ചി അയൺ ആണ്. അയൺ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്. ക്ലിയർ? അയൺ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക വിത്ത് പ്രൊമോട്ടർ. പ്രൊമോട്ടറിന്റെ പേര് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഈ റിയാക്ഷനിലെ പ്രൊമോട്ടർ എന്ന് വെച്ചാൽ ഈ കാറ്റലിസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് പ്രൊമോട്ടർ. പ്രൊമോട്ടർ ആയിട്ട് മോളിബിഡിനും യൂസ് ചെയ്യുക കേട്ടോ. പ്രൊമോട്ടർ ആയിട്ട് ആരാണ്? മോളിബിഡിനും കൂടി യൂസ് ചെയ്യുക. ഇതാണ് ഇതിനുള്ള മാർഗം. മനസ്സിലായില്ലേ? ഓക്കെ, ക്ലിയർ ആയോ? ഇൻക്രീസിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ, റിമൂവ് അമോണിയ ഫോംഡ് ഇൻസ്റ്റന്റ്ലി, ഇൻക്രീസിംഗ് ദി പ്രഷർ. Since the forward reaction is exothermic, the temperature is kept at optimum. പിന്നെ ഏതാ? യൂസ് എ കാറ്റലിസ്റ്റ്. അയൺ ആണ് വിത്ത് പ്രൊമോട്ടർ. ഏതാ? മോളിബിഡിൻ പ്രൊമോട്ടർ. ഓക്കെ, ഇത്രയുമാണ് അതിന്റെ ആൻസർ. 3 മാർക്ക് കിട്ടി. Then comment the effect of increase in pressure of the reaction. 2SO3 gives 2SO2 plus O2. 2SO3 എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് സൈഡിൽ എത്ര പേരുണ്ട്? 2 പേര് പ്രൊഡക്റ്റിന്റെ സൈഡിൽ. റിയാക്ടന്റ് സൈഡിലോ 2ഉം 1ഉം 3 പേര്. 2SO2 plus O2 3 പേര് ഗ്യാസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ 3 പേര് പ്രൊഡക്റ്റ് സൈഡില്. അപ്പോ പ്രഷർ കൂടി കഴിഞ്ഞാൽ നമ്പർ കുറയും. നമ്പർ കുറയും എന്ന് പറഞ്ഞാൽ ഏത് റിയാക്ഷൻ നടക്കോടെ? ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് നടക്കുക കേട്ടോ. നമ്പർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങളുടെ റിയാക്ഷൻ നടക്കുക, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുക. പ്രഷർ കൂടിയാൽ നമ്പർ കുറയും. നമ്പർ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കണം. അവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തത്, during a classroom discussion, one of your friends argues that equilibrium constant is not altered with change in temperature.
ടെമ്പറേച്ചർ കൂടിയാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ചേഞ്ച് ഉണ്ടാകില്ല എന്നൊരു ഫ്രണ്ട് പറഞ്ഞു. വാട്ട് ഈസ് യുവർ വ്യൂ ടുവേർഡ്സ് ദിസ് ആർഗ്യുമെന്റ്? ജസ്റ്റിഫൈ. ശരിയാണോ തെറ്റാണോ? ഈ ആർഗ്യുമെന്റ് തെറ്റാണ്. കാരണം ഇക്വിലിബ്രിയം ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ഇക്വിലിബ്രിയം എന്താണ്? ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആണ്. ക്ലിയർ? ഓർത്തിരിക്കുക, ഇക്വിലിബ്രിയം ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ഇക്വിലിബ്രിയം ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. എങ്ങനെ നിങ്ങളത് സാധൂകരിക്കും? എങ്ങനെ നിങ്ങളത് ജസ്റ്റിഫൈ ചെയ്യും? സിമ്പിൾ. ഇൻ എ റിവേഴ്സിബിൾ റിയാക്ഷൻ അറ്റ് ഇക്വിലിബ്രിയം, ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ ഫോർവേഡ് റിയാക്ഷൻ ഇസ് എക്സോതെർമിക് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇസ് എൻഡോതെർമിക്. ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും. ക്ലിയർ? രണ്ടും ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും. ഇങ്ങനെയാണ് റിയാക്ടൻസ് ഇക്വിലിബ്രിയം പ്രൊഡക്റ്റ്. റിയാക്ടൻസ് ഇക്വിലിബ്രിയം പ്രൊഡക്ട്സ് ആണെങ്കിൽ ഓർത്തിരിക്കുക, ഒരു റിയാക്ഷൻ എന്താണ്? എക്സോതെർമിക് ആണെങ്കിൽ അടുത്ത എന്തായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ കൂടിയാൽ റേറ്റ് ഓഫ് എൻഡോതെർമിക് റിയാക്ഷൻ ഇൻക്രീസസ്. കേട്ടോ? എൻഡോതെർമിക് റിയാക്ഷന്റെ സ്പീഡ് എന്ത് ചെയ്യും? കൂടും. ക്ലിയർ? എൻഡോതെർമിക് റിയാക്ഷന്റെ സ്പീഡ് കൂടും. കേട്ടോ? അപ്പൊ സംഭവിക്കുന്നത് രണ്ട് സ്പീഡിലായില്ലേ? ഇക്വിലിബ്രിയം തകർന്നു പോയി. രണ്ടും ഒരേ സ്പീഡിൽ നടക്കുമ്പോഴാണ് റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നതും പ്രൊഡക്റ്റ് റിയാക്ടന്റ് ആയിട്ട് മാറുന്നതും ഒരേ സ്പീഡിൽ നടക്കുന്നതാണ് ഇക്വിലിബ്രിയം സ്റ്റേജ്. അപ്പോ ഇവിടെ എന്ത് പറ്റി? എൻഡോതെർമിക്കിന്റെ സ്പീഡ് കൂടി, എക്സോതെർമിക്കിന്റെ സ്പീഡ് കുറഞ്ഞു. അപ്പൊ രണ്ടും തമ്മിൽ സ്പീഡ് ഡിഫറൻസ് വന്നില്ലേ? അപ്പൊ എന്ത് സംഭവിച്ചു? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും പ്രൊഡക്റ്റും വ്യത്യാസപ്പെട്ടു, ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്തു. അതാണ് ജസ്റ്റിഫിക്കേഷൻ. മനസ്സിലായില്ലേ? അപ്പൊ ഇൻ എ റിവേഴ്സിബിൾ റിയാക്ഷൻ, ഈ ഫോർവേഡ് റിയാക്ഷൻ ഇസ് എക്സോതെർമിക്, then backward reaction is endothermic. When temperature increases, the rate of endothermic reaction increases. That means the two reactions having difference in speed. So the equilibrium changes. Equilibrium changes. That is all. Okay. அடுத்து, dissociation of CaCO3 in a closed vessel is given as CaCO3 solid gives CaO solid plus CO2 gas. Write an expression for Kc. കെസിയുടെ എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ മായ്ക്കുന്നു. കെസിയുടെ എക്സ്പ്രഷൻ എഴുതിയത്രേ ഉള്ളൂ. അവിടെ സോളിഡ് രണ്ടും എടുക്കാൻ പാടില്ല. ഗ്യാസ് അല്ലെങ്കിൽ ലിക്വിഡ് മാത്രം, ഗ്യാസ് അല്ലെങ്കിൽ അക്വസ് എന്ന് കണ്ടാൽ എടുക്കാവുള്ളൂ. അപ്പോൾ ഇവിടെ ഗ്യാസ് ആണ് CO2, അത് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് CO2 എന്നാണ് ആൻസർ. ബാക്കി രണ്ടും 1 ആണ്. അപ്പൊ അത് രണ്ടും എടുക്കാൻ പാടില്ല. കേട്ടോ? അപ്പൊ Kc കൊണ്ട് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് CO2. Kp എന്ന് പറഞ്ഞാൽ അപ്പോ Kpയുടെ വാല്യൂ എഴുതാൻ പറഞ്ഞാലോ Kp ഈക്വൽ ടു PCO2 എന്ന് മാത്രം. കേട്ടാ? P partial pressure of CO2 എന്ന് മാത്രം. Okay. Then explain the effect of increase in pressure. Pressure increase ചെയ്താൽ എന്ത് ചെയ്യണം? നമ്പർ കുറയണം. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ നമ്പർ കുറയണം. അപ്പൊ ആലോചിച്ച് നോക്കുക, ഇവിടെ ഗ്യാസിന്റെ കേസിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രൊഡക്റ്റിൽ ഒന്ന്, റിയാക്ടന്റ് ഇല്ല. അപ്പോ 1 0 ഇങ്ങനെ അവസ്ഥ. കാരണം സോളിഡ് മൈൻഡ് ചെയ്യരുത്, ലിക്വിഡ് മൈൻഡ് ചെയ്യരുത്. ഗ്യാസ് മാത്രം നോക്കുമ്പോൾ പ്രൊഡക്റ്റിൽ ഒരു ഗ്യാസ്, റിയാക്ടന്റിൽ ഗ്യാസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. ഏത് റിയാക്ഷൻ നടക്കുന്നത്? ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. കാരണം എന്താ? നമ്പർ ഓഫ് മോൾസ് കുറയണം. നമ്പർ ഓഫ് മോൾസ് കുറയണമെങ്കിൽ എന്ത് വേണം? ബാക്ക്വേർഡ് വേണം. 1 എന്നുള്ളത് 0 ആയിട്ട് മാറും. ഇതാണ് സംഭവം. ഓക്കെ, ഇതാണ് ആൻസർ. Then next one. Le-Chatelet principle makes a qualitative prediction about the change in conditions in equilibrium. State Le-Chatelet principle. N2 plus O2 gives 2NO. What is the effect of pressure? നോക്കൂ, ഇവിടെ 2, ഇവിടെ 1 1 2. അപ്പൊ ഇങ്ങനെ വരുന്നത് 2 2 എന്നാണ് വരുന്നത്. അപ്പോ നോ എഫക്റ്റ് ആണ്. ആൻസർ എന്താണ്? നോ എഫക്റ്റ് ആണ്. കാരണം എന്താ? ബോത്ത് സൈഡ്സ് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോൾസ്. രണ്ട് സൈഡും ഒരേ നമ്പർ ഓഫ് മോൾസ് വന്നാൽ യാതൊരു എഫക്റ്റും ഉണ്ടാവില്ല. ഓക്കെ. Decomposition of PCl5 can be expressed as PCl5 equilibrium PCl3 plus Cl2 delta H plus 124. Heat absorb ചെയ്യുന്നു, endothermic reaction ആണ്. Describe the effect of the following at equilibrium. Addition of PCl5, reactant increases, forward reaction increases. Reactant അളവ് കൂടി കഴിഞ്ഞാൽ അങ്ങോട്ട് നടക്കും. എന്നുവെച്ചാൽ forward reaction increase ചെയ്യും. Increase in pressure, pressure increase ചെയ്താലോ ഇതൊന്ന്, ഇവിടെ എത്രയാ? 1 1 2. 2 എന്നുള്ളത് 1 ആയിട്ട് മാറുന്നു, ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോ ഇവിടെ എന്താണ്? എക്ക് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു.
ബിക്കോ ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. കാരണം എന്താ? നമ്പർ കുറയ്ക്കണം. നമ്പർ കുറയണമെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ മൂവ് ചെയ്യണം. അടുത്തത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താലോ ഇത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. റേറ്റ് ഓഫ് എൻഡോതെർമിക് റിയാക്ഷൻ ഇൻക്രീസസ്. എൻഡോതെർമിക് ഏതാ? ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. അപ്പൊ എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. ഇതാണ് സംഭവം. ഓക്കെ, അടുത്തത് explain the effects of temperature and pressure on the following equilibrium. Temperature and pressure. Very simple. 2NO gives N2O. N2O4. 2NO2 gives N2O4. Delta H minus 57 exothermic. Temperature increase ചെയ്താൽ forward reaction speed കുറയും, backward speed കൂടും. എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കണേ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും കേട്ടോ. ബാക്ക്വേർഡ് റിയാക്ഷൻ എൻഡോതെർമിക് റിയാക്ഷൻ സ്പീഡ് കൂടും. അപ്പൊ ഇത് ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണ്, ബാക്ക്വേർഡ് എൻഡോതെർമിക്. എൻഡോതെർമിക്കിന്റെ സ്പീഡ് കൂടും ഏതില്? ഈ റിയാക്ഷനിൽ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ. അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ്. പ്രഷർ ആണെങ്കിലോ, പ്രഷർ ഇവിടെ 2 മോൾസ്, ഇവിടെ 1 മോൾ. അപ്പോ 2 എന്നുള്ളത് 1 ആയിട്ട് മാറും. 2 എന്നുള്ളത് 1 ആയിട്ട് മാറും. എന്ന് വെച്ചാൽ എന്താ? പ്രഷർ ഇൻക്രീസസ്, ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ഫോർവേഡ് കൂടും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താലോ ബാക്ക്വേർഡ് കൂടും. ഇതാണ് എന്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ? ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ. നോക്കുക, കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ പറയുന്നത് ലോറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ് ആണ്. ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ്. ക്ലിയർ? ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് അനുസരിച്ച് ഒരു ആസിഡും ഒരു ബേസ് നമ്മൾ റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്നത് നോക്കൂ. HCl ഒരു ആസിഡ് ആണ്, NH3 ഒരു ബേസ് ആണ്. ക്ലിയർ? ഇതൊരു ആസിഡ് ആണ്, ഇവൻ എന്താണ്? ഒരു ബേസ് ആണ്. ഇവൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, HCl ആസിഡ് H+ കളയും, ബേസ് അത് വാങ്ങും. ഇതാണ് കോൺസെപ്റ്റ്. H+ എന്ന് പറഞ്ഞാൽ കളയുന്നവൻ ആസിഡും, H+ വാങ്ങുന്നവൻ ബേസുമാണ് ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ്. അപ്പൊ H+ കൊടുക്കുന്നു, NH3 അത് വാങ്ങുന്നു. വാങ്ങുന്ന NH3 എന്തായിട്ട് മാറുന്നു? NH4+ഉം. ഇനിയോ ബാക്കി HCl Cl- ഉണ്ടാവും. ഇനിയോ ഈ NH4+ is able to give an H+. NH4+ വേണ്ടി ഒരു H+ കളയാൻ സാധിക്കും. അതുകൊണ്ട് ഇവൻ മറ്റൊരു ആസിഡ് ആണ് കേട്ടോ. ഇതോ Cl- വേണമെങ്കിൽ ഇനി H+ വാങ്ങാൻ സാധിക്കില്ലേ? അതുകൊണ്ട് ഇവനൊരു ബേസ് ആണ്. ഇങ്ങനെയുള്ളവരുടെ ഏതാണ് ആ കൂട്ടം? ഇങ്ങനെയുള്ള ഒരു ഏതാ കോൺജുഗേറ്റ് നോക്കുക. ഈ NH3 നിന്നുണ്ടായ ഇങ്ങനെയാണ് ബേസിൽ നിന്നുണ്ടായ ആസിഡിന്റെ പേരാണ് എന്താ? കോൺജുഗേറ്റ് ആസിഡ്. ബേസിൽ നിന്നുണ്ടായ ആസിഡിന്റെ പേരെന്താണ്? കോൺജുഗേറ്റ് ആസിഡ്. അപ്പൊ NH3 നിന്നുണ്ടായ NH4+ ആണ് ഇവിടെ കോൺജുഗേറ്റ് ആസിഡ്. NH3 കോൺജുഗേറ്റ് ആസിഡ് അപ്പൊ ഏതാ? NH4+. ഇനി അതുപോലെ ആസിഡിൽ നിന്നുണ്ടായ ബേസിന്റെ പേരാണ്. ആസിഡ് എന്തായിട്ട് മാറുന്നു? ബേസ് ആയിട്ട് മാറുന്നു. അവർ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ബേസ്. ആസിഡിൽ നിന്നുണ്ടാവുന്ന ബേസിന്റെ പേരാണ് കോൺജുഗേറ്റ് ബേസ്. കോൺജുഗേറ്റ് ബേസിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ ഏതാ? HCl എന്തായിട്ട് മാറുന്നു? Cl- ആയിട്ട് മാറുന്നു. അതാണ് കോൺജുഗേറ്റ് ബേസ്. അപ്പോ ആസിഡ് H+ കളഞ്ഞ് ബേസ് ആയിട്ട് മാറുന്നു, ബേസ് H+ വാങ്ങി ആസിഡ് ആയിട്ട് മാറുന്നു. ഇങ്ങനെയുള്ള ആസിഡിന്റെ ബേസിന്റെയും പെയറിനെ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. അപ്പൊ ഇവിടെ NH4+ Cl- പെയറിനെ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ക്ലിയർ ആയില്ലേ? ആസിഡ് H+ കളയുന്നു, ബേസ് ആയിട്ട് മാറുന്നു, കോൺജുഗേറ്റ് ബേസ്. ബേസ് H+ വാങ്ങുന്നു, ആസിഡ് ആയിട്ട് മാറുന്നു, കോൺജുഗേറ്റ് ആസിഡ്. അങ്ങനെയുള്ള ഒരു ജോഡിയാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ഓക്കെ, അപ്പൊ ഇവിടെ ക്ലിയർ ആയില്ലേ? NH3 കോൺജുഗേറ്റ് ബേസ് ആസിഡ് NH4+, HCl കോൺജുഗേറ്റ് ആസിഡ് ബേസ് Cl-. കണ്ടാ? ഓക്കെ, ഡിഫൈൻ pH സ്കെയിൽ. pH സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്കെയിലാണ് ഉദ്ദേശിക്കുന്നത് 0 to എവിടെയാണ് 14 വരുന്ന ഒരു സ്കെയിൽ. ക്ലിയർ? 0 to 14 വരുന്ന സ്കെയിലാണ് pH. ഇതില് ഏതാണ് 7 വന്നാൽ എന്താണ്? ന്യൂട്രലും. 7 വന്നാൽ എന്താണ്? ന്യൂട്രലും. ഇനി 7 മുതൽ 14 വരെ എന്താണ്? ബേസിക്കും. ഇനിയോ 7 to 0, 0 to 7 എന്താണ്? അസിഡിക്കുമായിട്ട് കൊടുത്തിരിക്കുന്ന സ്കെയിലിന്റെ പേരാണ് pH സ്കെയിൽ. 0 to 7 വരെ അസിഡിക്കും, 7 to 14 വരെ ബേസിക്കുമാണ്. ഇനിയോ 7 ന്യൂട്രൽ ആണ്. ഇങ്ങനെ കൊടുത്തിരിക്കുന്ന സ്കെയിലിന്റെ പേരാണ് pH സ്കെയിൽ. ഓക്കെ, ഇനി pH എന്ന് പറഞ്ഞാൽ എന്താ? pH ഈസ് ദി നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രോണിയം അയോൺ. H3O+ കോൺസെൻട്രേഷൻ ആണ് pH എന്ന് പറയുന്നത്.
ക്ലിയർ? നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ രണ്ടും ഒന്ന് തന്നെയാണ്. H പ്ലസ് എന്ന് പറഞ്ഞാലും H3O പ്ലസ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. കാരണം H പ്ലസ് വെള്ളത്തിൽ ചെന്നാൽ H3O പ്ലസ് ആയിട്ടാണ് ഇരിക്കുന്നത്. കേട്ടോ? അപ്പോ ഇതിന്റെ കോൺസെൻട്രേഷൻ വിളിക്കുന്നതാണ് pH. ആ pH രേഖപ്പെടുത്തിയിട്ടുള്ള സ്കെയിലിന്റെ പേരാണ് pH സ്കെയിൽ. ഓക്കെ. Then the pH of a soft drink is 2.42. Give the nature of the solution. Simple അല്ലേ? 2.42 എന്ന് പറയുന്ന 0ക്കും 7നും ഇടയ്ക്കല്ലേ? അപ്പൊ ഇതെന്തായിരിക്കും? ആസിഡിക് ആയിരിക്കും. ആൻസർ എന്താണ്? ആസിഡിക് എന്നാണ്. ക്ലിയർ? ലെസ് ദാൻ 7 വരുന്നവരല്ല ആസിഡിക് ആണ്. അപ്പോ 2.42 is acidic. Okay. Give the nature of solution പറഞ്ഞു. An aqueous solution of CuSO4 is acidic while that of Na2SO4 is neutral. Explain. CuSO4 സൊല്യൂഷൻ എന്ന് പറയുന്ന അസിഡിക്കും Na2SO4 ന്യൂട്രലുമാണ്. നോക്കാം. CuSO4 നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏതൊക്കെ ചേരുന്നതാണെന്ന് നോക്കുന്നത്. CuOH ട്വൈസും H2SO4 ചേരുന്നതാണ്. CuOH ട്വൈസും H2SO4 ചേരുന്നതാണ് ഏതാ? CuSO4. CuOH ട്വൈസ് എന്ന് പറയുന്ന ഒരു വീക്ക് ബേസ് ആണ്. എന്താണ്? ഒരു വീക്ക് ബേസ് ആണ്. H2SO4 സ്ട്രോങ് ആസിഡ് ആണ്. അപ്പൊ സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ചേർന്നാൽ ആസിഡിറ്റി മുൻകേക്കും. അപ്പൊ CuSO4 എന്താവും? ആസിഡിക് ആവും. മനസ്സിലായത്? അപ്പൊ ആസിഡ് സ്ട്രോങ് ആയതുകൊണ്ട് ഇത് ആസിഡിക് ആയി. അടുത്ത് Na2SO4. Na2SO4 ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്താൽ Na2 എന്നുള്ളത് 2NaOH എന്ന് എഴുതാം. SO4 എന്നുള്ളത് H2SO4 എന്ന് എഴുതാം. കണ്ടോ? ഇത് രണ്ടും ചേരുന്നതാണ് Na2SO4. NaOH സ്ട്രോങ് ബേസ് ആണ്. NaOH എന്താണ്? സ്ട്രോങ് ബേസ് ആണ്. H2SO4 സ്ട്രോങ് ആസിഡ് ആണ്. അപ്പോ രണ്ടുപേരും സ്ട്രോങ് ആണെങ്കിൽ സോൾട്ട് എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. സോൾട്ട് എന്തായിരിക്കും? ന്യൂട്രൽ. കേട്ടോ? സോൾട്ട് എന്താണ്? ന്യൂട്രൽ സോൾട്ട് ആണ്. pH = 7 ആയിരിക്കും. കേട്ടോ? സോൾട്ട് എന്താണ്? ന്യൂട്രൽ സോൾട്ട് ആണ്. pH = 7 ആണ്. ഇവിടെ pH ലെസ് ദാൻ 7 ആണ്. കേട്ടോ? ഇതാണ് സംഭവം. ഓക്കെ. Then അടുത്തത് the concentration of the hydrogen ion in a soft drink is 3 × 10⁻³ molar. Calculate its pH. സിമ്പിൾ അല്ലേ? pH എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. pH = നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ മൈനസ് ലോഗ് H+ എന്നാണ്. മൈനസ് ലോഗ് H+ ആണ് pH. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ H+ന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10⁻⁻pH എന്ന് ഓർത്താൽ മതി. H+ന്റെ കോൺസെൻട്രേഷൻ 10⁻⁻pH ആയിരിക്കും. ഇപ്പോ 10⁻³ മാത്രമേ ഉള്ളൂ എങ്കിൽ ഇത് 10⁻⁻pH ആവുമ്പോൾ pH = എത്രയാ? 3 എന്ന് എഴുതിയത്. പക്ഷെ ഇവിടെ 3 × 10⁻³ അല്ലേ? ഇങ്ങനെ വന്നാൽ pH കാണാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്. 3 - log3 എന്നാണ്. എന്ന് വെച്ചാൽ ഈ 3 ഉണ്ടോ? ഈ 3 ഇത് -log3. ഇപ്പോ 4 × 10⁻³ ആയിരുന്നെങ്കിലല്ലോ 3 - log4 എന്ന് ചെയ്താൽ മതി. നിങ്ങൾ സ്റ്റെപ്പുകളൊന്നും എഴുതണ്ട കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി. pH കാണാൻ എളുപ്പമാണ്. ഇനി 10ന്റെ പവർ മാത്രമേ ഉള്ളൂ എങ്കിൽ 10ന്റെ പവർ ആയിട്ട് വരുന്നതാണ് pH. മൈനസ് എഴുതുന്നത് പ്ലസ് ഉള്ളൂ pH. അപ്പൊ 10⁻³ എന്ന് പറഞ്ഞാൽ 3 ആയിരുന്നു pH. ഇവിടെ എങ്ങനെയാ? 3 × 10⁻³ ആണ് കേട്ടോ. അപ്പൊ 3 × 10⁻³ എന്ന് വന്നാൽ ഈ 3 ആണ്. ഈ 3 log 3 - log3 ആയിരിക്കും ഇവിടെ pH. 3 - log3 കേട്ടാ. 3 - log3 ആണ്. അതായത് ഇങ്ങനെ വന്നാൽ 4 × 10⁻³ പോലെ വന്നാൽ ഇതാണ് pH -log4 കേട്ടോ. അപ്പൊ ഇതാണ് pH -log3. അപ്പൊ ആൻസർ എന്തായി? അപ്പൊ H+ കോൺസെൻട്രേഷൻ ന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 3 × 10⁻³ ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ pH = E3 ആണ്. 3 - log(E3) = 3 - 0.4771 ആണ്. = 3.0000 - 0.4771 19. ഇനിയോ ബാക്കി 8 + 2 10, 8 + 2 10, 5 + 5 10, 2.5229 ആയിരിക്കും pH. 2.5229 ആയിരിക്കും pH എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? അപ്പോ പവർ -log
കോഎഫിഷ്യന്റ്. ഓക്കെ, നോക്കാം അടുത്തത്. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? എച്ച് പ്ലസ് മാത്രം നിന്നാൽ 10ന്റെ പവർ മാത്രം ഉള്ളെങ്കിൽ ആ പവർ മാത്രമാണ് പി എച്ച്. ഇനി അതേസമയം ഒരു നമ്പർ ഇൻറ്റു 10 പവർ എന്നാണെങ്കിലോ പവർ മൈനസ് ലോഗ് നമ്പർ. ഓക്കെ, ഇങ്ങനെയാണ് പി എച്ച് കാണുന്നത്. ഓക്കെ, അടുത്തത് ഐഡന്റിഫൈ ദ ലൂയിസ് ആസിഡ്സ് ഫ്രോം ദി ഫോളോവിംഗ്. ഇതിൽ ആരാണ് ലൂയിസ് ആസിഡുകൾ? ഓർത്തിരിക്കുക, ലൂയിസിന്റെ ആസിഡ് എന്ന് പറയുന്നത് കേട്ടോ, ലൂയിസിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് ആസിഡ് എന്ന് പറയുന്നത് റെഡി ടു അക്സെപ്റ്റ് എ ലോൺ പെയർ ആണ്. ഒരു ലോൺ പെയറിനെ വാങ്ങാൻ കഴിവുള്ളവനാണ് ഏത് ആസിഡ് എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോൺ ഷോർട്ട് ഉള്ളവരാവാം കേട്ടോ, ഇലക്ട്രോൺ ഷോർട്ട് ഉള്ളവർ അല്ലെങ്കിൽ എന്താണ് പോസിറ്റീവ് ആളുകളാണ് ഏതാ ലൂയിസ് ആസിഡുകൾ. ഇലക്ട്രോൺ കുറവുള്ളവർ, ഒക്ടറ്റില് 8 തികയാത്തവർ അല്ലെങ്കിൽ എന്താണ് പോസിറ്റീവ് ചാർജ് ഉള്ളവരാണ് ലൂയിസ് ആസിഡുകൾ. ഈ ലൂയിസിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താ? റെഡി ടു ഗീവ് ഇലക്ട്രോൺ ആണ്. റെഡി ടു ഗീവ് എ ലോൺ പെയർ. ഒരു ലോൺ പെയർ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നവരുടെ പേരാണ് ഏതാ ലൂയിസ് ബേസ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെന്തായിരിക്കും? ഇലക്ട്രോൺ എക്സസ് ആയിരിക്കും. ഇലക്ട്രോൺ എക്സസ് എന്ന് പറഞ്ഞാൽ എന്താ? ലോൺ പെയർ ഉള്ളവർ, കയ്യിൽ ലോൺ പെയർ ഉള്ളവര്, അല്ലെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് ഉള്ളവർ. കയ്യിൽ ലോൺ പെയർ ഉണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവർ ലൂയിസ് ബേസും. കയ്യിൽ ഇലക്ട്രോൺ കുറവാണ് അല്ലെങ്കിൽ പോസിറ്റീവ് ആണ്, അങ്ങനെയുള്ളവർ ലൂയിസ് ആസിഡ് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ OH മൈനസ് നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ഉള്ളവരാരാ? ബേസ് ആണ് ലൂയിസിന്റെ. അടുത്ത് BCl3 ബോറോൺ ട്രൈക്ലോറൈഡ്. ബോറോണിന്റെ ഔട്ടർ ഷെല്ലിൽ 3 ഇലക്ട്രോൺ, 3 ക്ലോറിനും കൂടി വന്നപ്പോ 6, 2 കുറവ്. അപ്പോ BCl3 എന്താണ്? ലൂയിസിന്റെ ആസിഡ് ആണ്. NS3 നോക്കുമ്പോ എന്താണ്? NS3 നൈട്രജൻ ലോൺ പെയർ ഉണ്ട്, ബേസ് ഉറപ്പ്. ലോൺ പെയർ ഉള്ളവർ എന്താണ്? ബേസ് ആണ്. H പ്ലസ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ഉള്ളവരാരാ? ലൂയിസിന്റെ ആസിഡ്. കണ്ടോ, ഇതാണ് ലൂയിസ് ആസിഡും ബേസും. അപ്പൊ ലൂയിസിന്റെ ആസിഡുകളാണ് ചോദിച്ചിരിക്കുന്നത്. BCl3 H പ്ലസും ലൂയിസ് ആസിഡ് ആണ്. ക്ലിയർ ആയില്ലത്? ഓക്കെ. The pH of a black coffee is 5. Calculate the hydrogen ion concentration ആണ്. സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം. 10⁻⁻⁻ pH ആണ്. 10⁻⁻ ആണ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ pH ഈക്വൽ ടു എത്രയാ? 5 ആണെങ്കിൽ H പ്ലസിന്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ടു 10⁻⁻5 മോളാർ എന്ന് എഴുതിയാൽ ആൻസർ ആയി. 2 മാർക്ക് കിട്ടും കേട്ടോ. ഇത്രയാണ് ആൻസറിന്റെ ആവശ്യമുള്ളൂ. മറ്റ് വിശദമായി വഴി എഴുതി ചെയ്യേണ്ട, ചെയ്ത് തെറ്റിപ്പോകും കേട്ടോ. അപ്പൊ എത്ര ഓർത്തിരിക്കുക? H പ്ലസ് ഈക്വൽ ടു 10⁻⁻ pH ആണ്. pH ഈക്വൽ ടു 5 ആണെങ്കിൽ H പ്ലസ് ഈക്വൽ ടു 10⁻⁻5 മോളാർ. സിമ്പിൾ. അടുത്തത് ക്ലാസിഫൈ ദ ഫോളോവിംഗ് സൊല്യൂഷൻസ് ഇൻടു അസിഡിക്, ബേസിക് ആൻഡ് ന്യൂട്രൽ. അസിഡിക്, ബേസിക്, ന്യൂട്രൽ ആയി തിരിക്കാൻ നോക്കാം. ആദ്യം NaCl കണ്ടന്റ് ആരൊക്കെയാ? NaOH-ഉം HCl-ഉം ആണ്. NaOH-ഉം HCl-ഉം. NaOH സ്ട്രോങ് ആണ്, HCl-ഉം സ്ട്രോങ് ആണ്. അപ്പോ pH ഈക്വൽ ടു എത്രയാണ്? 7 ആണ് pH. എന്ന് വെച്ചാൽ ഇത് ന്യൂട്രൽ ആണ്. pH 7 വരും, ന്യൂട്രൽ വരും. രണ്ടുപേരും സ്ട്രോങ് ആണെങ്കിൽ ന്യൂട്രൽ. NH4NO3. അടുത്തത് NH4NO3. ഇത് NH4OH-ഉം HNO3-യും ചേരുന്നതാണ്. NH4OH വീക്ക് ആണ്, HNO3 സ്ട്രോങ് ആണ്. അപ്പോ സ്ട്രോങ് ആസിഡ് ആയതുകൊണ്ട്, ആസിഡ് സ്ട്രോങ് ആയതുകൊണ്ട് ഇത് ആസിഡിക് ആണ്. ഇതെന്താണ്? ആസിഡിക് ആണ്. ആരാണോ സ്ട്രോങ് അവന്റെ റേഞ്ചിലേക്ക് പോകണം. അപ്പൊ ഇവിടെ സ്ട്രോങ് ആസിഡ് ആണ്, അതുകൊണ്ട് ആസിഡിക് ആണ്. Then NaCl ഇതുപോലെ എഴുതണം. NaOH-ഉം HCl-ഉമാണ്. HCl NaOH സ്ട്രോങ് ആണ്, ബേസ് കണ്ടാ. HCl വീക്ക് ആണ്, ആസിഡ്. ക്ലിയർ? അപ്പൊ ആസിഡ് ആണ് വീക്ക്, സ്ട്രോങ് ബേസ് ആയതുകൊണ്ട് ഇതിന്റെ നേച്ചർ എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. അടുത്ത് NaNO2 ഇതുപോലെ തന്നെ NaOH-ഉം HNO2-മാണ്. NaOH സ്ട്രോങ് ബേസ് ആണ്, HNO2 ആരാ? ഒരു വീക്ക് ആസിഡുമാണ്. കണ്ടാ. അപ്പൊ സ്ട്രോങ് ബേസ് HNO3 സ്ട്രോങ് ആസിഡും HNO2 എന്താണ്?
വീക്ക് ആസിഡുമാണ്. അപ്പൊ ഇവിടെ സ്ട്രോങ് ബേസ് ആണ് വരുന്നത്, അതുകൊണ്ട് ഇതെന്തായിരിക്കും? ബേസിക് ആയിരിക്കും. കേട്ടാ, രണ്ടുപേരും ഡിഫറെന്റ് നേച്ചർ ആണെങ്കിൽ ആരാണോ സ്ട്രോങ് അവരുടെ നേച്ചറിലേക്ക് പോകും. ഇനിയോ അടുത്തത്, ഒരാൾ സ്ട്രോങ് ആണ്, അല്ല രണ്ടുപേരും സ്ട്രോങ് ആണെങ്കിൽ പി എച്ച് എത്രയാ? 7 ആണ്, ന്യൂട്രൽ ആണ്. രണ്ടുപേരും വീക്ക് ആണെങ്കിലോ അതും സ്ട്രോങ് ആണ്, അതും പി എച്ച് 7 ആണ്. രണ്ടുപേരും വീക്ക് ആണെങ്കിൽ പി എച്ച് 7 ആയിട്ട് കൂട്ടിക്കോളും. ഓക്കെ, ഇതാണ് സംഭവം. ഓക്കെ, അടുത്തത് pH of blood remains constant in spite of the variety of foods and spices we eat. നമ്മൾ എത്ര തരം ആഹാരം, അസിഡിക്കോ ബേസിക്കോ ആയ ഏത് ആഹാരം കഴിച്ചാലും ഏതാണ് ആ ബ്ലഡിന്റെ പി എച്ച് എപ്പോഴും 7.4 ആണ്. പി എച്ച് ഓഫ് ബ്ലഡ് എത്രയാ? 7.4 ആണ്. എന്നാ എന്തുകൊണ്ട് ആണ് ഈ സംഭവം എന്നാണ് ചോദ്യം. ഇതിന്റെ അർത്ഥം ബ്ലഡ് ഒരു ബഫർ ആണ്. ബ്ലഡില് ബഫർ ആക്ഷൻ നടക്കുന്നുണ്ട്. ബഫർ എന്ന് പറഞ്ഞാൽ എന്താ? ആസിഡോ ബേസോ വന്നാലും പി എച്ച് ചേഞ്ച് ചെയ്യാത്ത ആൾക്കാരുടെ പേരാണ് ബഫർ സൊല്യൂഷൻ. എ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ടു ചേഞ്ച് their pH even when the addition of small amount of acid or base. ചെറിയ എമൗണ്ട് ആസിഡോ ബേസോ വന്നാലും പി എച്ച് മാറില്ലാത്തവരുടെ പേരാണ് ബഫർ സൊല്യൂഷൻ. ഈ ബ്ലഡില് ബൈകാർബണേറ്റ് അയോണുകളുണ്ട്, HCO3-. ഇതിന്റെ ബഫർ ആക്ഷൻ മൂലമാണ്, ഇതിന്റെ എന്താണ്? ബഫർ ആക്ഷൻ മൂലമാണ് ബ്ലഡിന്റെ പി എച്ച് എന്ത് ചെയ്യാത്തത്? ചേഞ്ച് ചെയ്യാത്തത്. ഇത് ആസിഡ് വന്നാലും ബേസ് വന്നാലും ഇവരെ എന്ത് ചെയ്യും? നശിപ്പിച്ചു കളയും. കാണിച്ചു തരാം. ഒരു ആസിഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആസിഡ് എന്ന് വരുന്ന ആരാ? H+ അല്ലേ വരുന്നത്? HCO3- എന്ത് ചെയ്യും? ആ H+ ഇങ്ങോട്ട് വാങ്ങും, എന്നിട്ട് എന്തായിട്ട് മാറും? H2CO3 ആയിട്ട് മാറും. H2CO3 അതായത് H2O-യും CO2-ഉമായിട്ട് മാറും. കണ്ടോ? ആ H+ ഇനി ഇവിടെ ഉണ്ടോ? ഇല്ല. ബാക്കി ഇത് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡ് മാറി ഏമ്പക്കം പോലെയാണ് പോയി. ഇത്രയുള്ളൂ. അടുത്തത്, ഇനി ഒരു ബേസ് വന്നാലോ? ബേസ് വരാതിരിക്കട്ടെ. ബേസ് എന്ന് പറഞ്ഞാൽ OH- ആണ്. OH- വന്നു കഴിഞ്ഞാൽ HCO3- OH- ആയിട്ട് കമ്പൈൻ ചെയ്യും, എന്നിട്ട് H2O-യും അല്ലെ ഇവിടെ H2O-യും CO3 ആയിട്ട് മാറും. OH- ആ ബേസ്, CO3 ബേസ് ആണോ? ചെറിയ ബേസിറ്റി ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ബേസിറ്റി ഇല്ലാതെ കളയും. അപ്പോ എന്ത് ചെയ്യുന്നു? ഇവിടെ ബേസിറ്റി ഇങ്ങനെ ഡിക്രീസ് ചെയ്യും, അസിഡിറ്റി ഒരു ഏമ്പക്കമായിട്ടും പുറത്തു പോകും. കണ്ടോ? ഇത്തരം പരിപാടി ഉള്ളൂ. ആസിഡ് വന്നാലും ബേസ് വന്നാലും ബഫർ ആക്ഷൻ ഓഫ് ബൈകാർബണേറ്റ് അയോൺ. ഇതിന്റെ പേരെന്താ? ബൈകാർബണേറ്റ് അയോൺ ആണ്. ബൈകാർബണേറ്റ് അയോൺ ഇൻ ബ്ലഡ്. കേട്ടോ? ബ്ലഡിലെ ബൈകാർബണേറ്റ് അയോണുകള് ഈ ആസിഡിനെയും ബേസിനെയും എന്ത് ചെയ്യുന്നു? ന്യൂട്രലൈസ് ചെയ്ത് കളയുന്നു. ക്ലിയർ? അതായത് OH- ആയിട്ട് വരുന്ന ബേസിനെ CO3 വെരി 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 വീക്ക് ആക്കി മാറ്റും. ഇനിയോ H+നെയോ ഒരു കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കി മാറ്റി ഡീകമ്പോസ് ചെയ്യും. കണ്ടോ? ഇതാണ് സംഭവം. ഓക്കെ, അടുത്തത്. അപ്പൊ ഇവിടെ ഒരു മാർക്ക് ക്വസ്റ്റൻ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. എന്താ? ഡ്യൂ ടു ദി ബഫർ ആക്ഷൻ ഓഫ് ബൈകാർബണേറ്റ് അയോൺ മാത്രമേ ഉള്ളൂ. ബൈകാർബണേറ്റ് അയോൺ ബഫർ ആക്ഷൻ മൂലം എന്നാണ് ഇവിടെ 1 മാർക്ക് ക്വസ്റ്റൻ ആൻസർ ഉള്ളൂ. 2 മാർക്ക് ഒക്കെയാണ് ഇത്രയും കൂടി എഴുതണം. മനസ്സിലായില്ലേ? Write an equation for equilibrium constant in terms of concentration for the equilibrium reaction given below. നോക്കിയേ, Ag2O സോളിഡ് വേണ്ട, സോളിഡിന്റെ എഴുതരുത്. HNO3 അക്വസ് എഴുതണം, AgNO3 അക്വസ് എഴുതണം, H2O ലിക്വിഡ് എഴുതരുത്. കേട്ടോ? സോളിഡിന്റെ ലിക്വിഡിന്റെ കോൺസെൻട്രേഷൻ എഴുതരുത്. അപ്പൊ Kc എഴുതുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, Kc ഈക്വൽ ടു പ്രൊഡക്റ്റ് ആദ്യം എഴുതണം. AgNO3 മാത്രമേ എടുക്കാവുള്ളൂ. AgNO3 മാത്രമേ അക്വസ് ഉള്ളൂ. AgNO3യുടെ 2 സ്ക്വയർ ഡിവൈഡ് ബൈ Ag2O സോളിഡ് എടുക്കരുത്, അക്വസ് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പൊ എന്താണ്? HNO3 ആണുള്ളത്, അത് എത്രണ്ട്? 2. ഇതായിരിക്കും ഇക്വേഷൻ. Kc ഈക്വൽ ടു AgNO3 സ്ക്വയർ ബൈ HNO3 സ്ക്വയർ എന്നായിരിക്കും ആൻസർ. ബാക്കി ഇത് സോളിഡും ഇത് ലിക്വിഡുമാണ്, രണ്ടുപേരും യൂണിറ്റിയാണ്, 1 ആണ്. ഓക്കെ, then what are buffer solutions? എന്താ ബഫർ സൊല്യൂഷൻസ്? A solution which does not change its pH even when the addition of small amount of acid or base. ചെറിയ എമൗണ്ട് ആസിഡോ ബേസോ ആഡ് ചെയ്താലും പി എച്ച് മാറാത്തവരുടെ പേരാണ് ബഫർ സൊല്യൂഷൻ. Give an example of a buffer solution. ഒരു ബഫർ സൊല്യൂഷൻ എക്സാമ്പിൾ ഏതാണ്? NH4OH plus NH4Cl ഒരു ബഫർ സൊല്യൂഷൻ ആണ്. ഇത് ബേസിക് ബഫർ ആണ്. അതുപോലെ CH3COOH പ്ലസ് CH3COONA കണ്ടോ? ഒരു ആസിഡും അതിന്റെ സോൾട്ടും, അത് അസിഡിക് ഇതാണ് ബഫർ ആണ്. കണ്ടോ? 2 ബഫറിന് എക്സാമ്പിൾ എഴുതിയില്ലോ.
The concentration of H plus ion in a sample of soft drink is 3.8 into 10 raised to minus 3 molar. Determine its pH. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് pH കാണാൻ. ഇവിടെ H plus concentration എത്രയാ? Equal to 3.8 into 10 raised to minus 3 molar ആണ്. pH കാണാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞേക്കണം എന്താ? ഈ 3 എടുക്കണം. 3 മൈനസ് ലോഗ് 3.8 എന്ന് എഴുതിയാൽ മതി. ഒന്നും ചെയ്യാൻ പറ്റില്ല, എത്ര ഉള്ളൂ കേട്ടോ. 3.8 into 10 raised to minus 3 എന്നല്ലേ? അപ്പൊ 3 മൈനസ് ലോഗ് 3.8 എന്ന് എഴുതിയാൽ ആൻസർ ആയി. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇക്വേഷൻ കൂടി എഴുതണം. H പ്ലസിന്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ടു 10 raised to minus pH കൂടി എഴുതിയിട്ടുണ്ട്. കണ്ടോ? ഇത്ര എഴുതിയ 2 മാർക്ക് കിട്ടും. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. 3.8 ലോഗരിതം നമുക്ക് അറിയാമോ? ഇല്ലെങ്കിൽ ലോഗരിതം തരണം. തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി. ഓക്കെ.